ഹലോ ഗൈസ്, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ 100 ഡേയ്സ് കളിക്കുന്ന പറഞ്ഞ ഹാർഡ് കോർ വേൾഡ്. നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം 100 ഡേയ്സ് അല്ല 52 ഡേയ്സ് ആണ് കളിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 100 ഡേയ്സ് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഗൈസ്. ഓൺലി 52 ഡേയ്സിൽ വൈൻഡപ്പ് ചെയ്യണം. കൃത്യമായി ഉറങ്ങിയിട്ടിരുന്നെങ്കിൽ 53 ഡേയ്സ് ആവും നമുക്ക് വീട്ടിൽ നിന്ന് ഉറങ്ങാം. പിന്നെ ഈ വേൾഡിൽ എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ എൻഡിങ് സെറമണി അതിന് നമുക്ക് ഇതാക്കാൻ കഴിയും. ഓക്കെ സാർ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ ഈ വേൾഡിൽ ഇപ്പോൾ ടോട്ടൽ 53 ഡേയ്സ് സർവൈവ് ചെയ്തു. ഇതിനകത്ത് എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വീട് കേസ്, ഇതാണ് എൻ്റെ വീട്. പിന്നെ ഇതാണ് എൻ്റെ പിഗ് ഫാം കേസ്. പിന്നെ ഇതാണ് എൻ്റെ വീറ്റ് ഫാം, മീൻസ് ക്രോപ്പ് ഫാം എല്ലാം ഉണ്ട് കേസ്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു പെട്ടിയുണ്ട്. പെട്ടി തുറക്കുവാണെങ്കിൽ ഇതിനകത്ത് ഐറ്റംസ് ഉണ്ട് കേസ്. പിന്നെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ വില്ലേജസിനെ ബ്രീഡ് ചെയ്യുന്ന ഹാളാണ്. ഇതിനകത്ത് ഇട്ടിട്ടാണ് വില്ലേജിനെ ബ്രീഡ് ചെയ്യുന്നത്. ഒരുത്തം പുറത്തോട്ടെ അവൻ പോയിക്കോട്ടെ, നമുക്ക് അവനങ്ങ് തട്ടാൻ കിട്ടും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്രയും പേരുടെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വേറൊരു സംഭവം കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കാണാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ വില്ലേജർ ബിൽഡിങ്ങൾ കണ്ടു. ഇവൻ പുറത്തോട്ട് പോലെ പോയില്ല. ഇവനങ്ങ് തട്ടാം ഗൈസ്, ഇവനങ്ങ് തട്ടാം ഗൈസ്. തട്ടി ഗൈസ്. പിന്നെ ഇതാണ് മൈനിങ് ഏരിയ. ഇതിൻ്റെ അടിയിലോട്ട് പോകണമെങ്കിൽ ഒരു കേവ് ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ ഒപ്പിക്കുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ എൻ്റെ വാല്യബിൾ ചെസ്റ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ വാല്യബിൾ ചെസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ, എൻ്റെ വാല്യബിൾ ചെസ്റ്റ് ആണ് ഗൈസ്. പിന്നെ ഇത് എൻ്റെ ചെസ്റ്റ്, ഇതെൻ്റെ സാധാ നോർമൽ ചെസ്റ്റ്. പിന്നെ നോർമൽ ചെസ്റ്റ് ഗൈസ്. പിന്നെ ഞാൻ കംപ്ലീറ്റ് അയണാർമലാണ്, അയണാർമൽ ടൂളാണ്. എൻ്റെ ഇൻവെൻ്ററി എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഓബിയസ്ലി അടുത്ത് നോക്കുമ്പോൾ സ്റ്റോൺ ഏരിയ ഉണ്ട് കാണുന്നത്. പിന്നെ വലിയൊരു ചേഞ്ച് എന്താ വെച്ചാൽ ഗൈസ്, ഇതിൽ മതിലുണ്ട് ചുറ്റും. അത് ഞാൻ കിട്ടിയത് ഇതിൽ കൂടി പുറത്തിറങ്ങാനായിട്ട് 2 വഴിയുണ്ട്. ഒന്ന് ഇതിൽ കൂടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ട്രീ ഫാർമിങ് ഏരിയ. ഇവിടെയാണ് ട്രീ എല്ലാം ഫാമിങ്. ഇവിടെ ബീ ഫാം ഉണ്ട്, ഞാനത് കാണിക്കാൻ മതി. ഇവിടെ എൻ്റെ ബീ ഫാം കൊണ്ട് വരണം. ഞാനത് 26 ഉണ്ട്. വെറുതെ ഒന്നിട്ട് കിഡ്നാപ്പ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഇവിടെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വഴി പുറത്തോട്ട് ഇറങ്ങാനായിട്ട് അപ്പുറത്തെ കൂടിയാണ്. അപ്പോൾ എൻ്റെ ബേസിനകത്ത് ഇനി അകത്തുള്ള ബേസിൻ്റെ അകത്തുള്ള സാധനം എൻ്റെ ഹോഴ്സ് ടേബിളാണ് കേസ്, കുതിരയുടെ ഇത്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കേസ് വേറൊരു സംഭവത്തിൻ്റെ മുകളിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, മേലോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം കാണും നിങ്ങൾക്ക്. നിങ്ങൾ വെച്ച് എന്താണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ ട്രേഡിംഗ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. അകത്തോട്ട് കയറുമ്പോൾ സ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ വില്ലേജ് ആയിട്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ 100 ഡേയ്സ് കൊണ്ടുപോകാൻ ശേഷി ഇല്ലാത്തതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇവിടുന്നാണ് ഞാൻ ട്രേഡ് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക. ഇവൻ ഡയമണ്ടിൻ്റെ റാങ്കാന്ന് തോന്നുന്നു. അതെ, മേജർ മാസ്റ്ററാണ്. ഇവൻ ഗോൾഡിൻ്റെ റാങ്കാണ്. യെസ്, ഫ്ലക്ചർ ജേണി മാനാണ്. ഓക്കെ, ഇതാണ് ട്രേഡിങ് ആൾ. ഇനി അത്രേ ഉള്ളൂ കേസ് എൻ്റെ ഹാർഡ് കോറിൻ്റെ വേൾഡിൻ്റെ സംഭവങ്ങളൊക്കെ. നമുക്ക് നേരമായിട്ട് വേൾഡ് എൻഡിങ് സെറമണിയിലോട്ട് അങ്ങ് പോകും. 50 ഡേയ്സ് കൊണ്ട് ഇതാണ് ആക്കിയത്. 50 ഡേയ്സ് ഓഫർ ഭയങ്കര ടഫാണ്, ഭയങ്കര സാധനമാണ്. പിന്നെ ഇതും ഓക്കെ. അപ്പോൾ നമ്മൾ ട്രേഡിങ് ആൾക്ക് ഒന്ന് ലാസ്റ്റായിട്ട് നമ്മൾ കണ്ടു. അങ്ങോട്ട് ഒന്ന് കയറി നോക്കിയേക്കാം. കാണും, എനിക്ക് വേണമെങ്കിൽ വേൾഡ് കയറിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ എടുത്ത് നോക്കിയത്. എൻ്റെ പഴയ വീഡിയോ ഇപ്പോൾ ഇട്ട് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. എനിക്ക് കാണാം എന്താ സംഭവം. ഓക്കെ, ഇതാണ് ട്രേഡിങ് ആൾ സെറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഹാർഡ് കോർ കൊടുത്ത് ചാടി ഡാമേജ് ഒട്ടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി പോയിട്ട് നമ്മുടെ വേൾഡ് എൻഡ് ചെയ്യാൻ സംഭവം നോക്കാം. പക്ഷേ നമ്മുടെ ഇൻവെൻറ്ററിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് വെക്കാം. വാല്യൂസ് അതോട്ട് ഇത് ഇട്ട് വെക്കാം. പിന്നെ എൻ്റെ കയ്യിൽ 3 ഡയമണ്ട് എനിക്ക് കിട്ടുന്നത്. അത് ഞാൻ ഡയമണ്ട് ഫിക്കാക്സ് ഉണ്ടാക്കി. നെതർപോർട്ടിലൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നെതർപോർട്ട് ഉണ്ടാക്കാനൊക്കെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ പിന്നെ നെതർപോർട്ടിൻ്റെ ഭാഗത്തോട്ടേ പോയിട്ടില്ല. അപ്പം ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് എന്താ പറയുക സ്റ്റിക്ക് ഉണ്ട്, അതെടുത്താൽ കുറച്ച് വുഡ് എടുക്കാം. നേരെ വുഡ് എടുത്താൽ എന്താ പറയുക കുറച്ച് പ്ലാങ്ക്സ് ആക്കാം. ആ പ്ലാങ്ക്സ് വെച്ച് എന്താ കേസ് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. കേസ് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു സൈൻ ബോർഡ് ഉണ്ടാക്കണം. സൈൻ ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ച് ഇതോടെ വെച്ചിട്ട് ഇതോടെ വെക്കണം. എന്നിട്ട് ഇത് ഒരെണ്ണം മാത്രം എടുത്തുകൊണ്ട് പോയിട്ട് ബാക്കിയുള്ള 2 ഇവിടെ വെക്കണം. ഇതിൽ പോയിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഫൈനൽ അങ്ങനെ വെറുതെ എൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഡയമണ്ട് പിക്കാക്സും കൂടെ ഓരോട്ടിരുന്നു കേട്ടോ. ഡയമണ്ട് പിക്കാക്സ് ഒക്കെ മെയിനാണ്. നമുക്ക് നമ്മുടെ സാധനം എൻഡ് ചെയ്യുക. ആ ഡയമണ്ട് പിക്കാക്സ് ഒന്ന് കയ്യിലോട്ട് പിടിച്ചിട്ട്
ഏതല്ലേ പിടിക്കുമ്പോഴൊരു ആനിമേഷൻ ഞാൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം എൻ്റെ 100 ഡേയ്സിൻ്റെ. ഓക്കെ, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സംഭവം ഒന്നും കൂടി ഒരു സേഫ്റ്റിക്ക് എടുത്തേക്കാം പെട്ടെന്ന്, അല്ലെങ്കിൽ ഞാനങ്ങ് ഓക്കെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തെന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ വേൾഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഒരെണ്ണം ഇവിടെ വയ്ക്കുക, ജസ്റ്റ് സൈൻ ബോർഡ് വയ്ക്കുക. LITHOI 63 days survival in hardcore. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ലിത്തോസ് ഫോർ 53 days survival in hardcore. ഓക്കെ, നമുക്ക് നമ്മുടെ ചെസ്റ്റ് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഓഫ് തന്നെ നമ്മുടെ ഡയമണ്ട് എക്സ് ഇങ്ങോട്ട് മാറ്റി ഇവിടെ വെച്ചേക്കാം. ഇവിടെ എന്താ പറയുക, ഇതുകൂടെ വെച്ച് ഇതുകൂടെ വെച്ച് ഇതുകൂടെ വെച്ച് ഇതുകൂടെ വെച്ച് ഇതുകൂടെ വെച്ചേക്കാം. ഇവിടെ ഇതുകൂടെ 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 ഇവിടെ ഇതുകൂടെ ഇതുകൂടെ. എനിക്കിത് 100 days കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ 100 days കൊണ്ടുപോകാൻ ശേഷിയില്ല. നമ്മുടെ സാധാ സർവൈവൽ പോലെയല്ല, നമ്മുടെ ഹാർഡ് ഭയങ്കര റിസ്ക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും കളിക്കുന്നത്. ഓക്കെ, ഇത്രയും പേര് എത്തി വലിയൊരു കാര്യമാണ് കേസ്. നമ്മൾ അടുത്ത് ഇനിയും ഞാൻ ഇങ്ങനത്തെ കളിക്കാം. അപ്പോൾ ഇനിയും 100 days കൊണ്ടുപോകാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഹാർഡ് കോറിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയായിരിക്കും. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.